കുഴപ്പമില്ല, നല്ല പടം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അത്യാവശ്യം കൊള്ളാം. ആണല്ലേ? എങ്ങനെയുണ്ട് ചേട്ടൻ? അങ്ങനെ ബാക്കി നല്ലല്ലേ, നൈസ് അല്ലേ? ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു സബ്ജക്ട്. അതെ അതെ, നല്ല മഴയത്തും ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? Movie is good. We have a technician, cameraman here. So obviously it will be good from our perspective. Nallande. ബാക്കി ടെക്നിക്കൽ സൈഡ് ഒക്കെ എങ്ങനെയുണ്ട് ടോട്ടൽ? Technical side was very good. Technical side is we have done our fantastic job. So now it's left to the audience. Audience okay up in we are expecting good result from the audience. പക്രു ചേട്ടൻ എങ്ങനെയുണ്ട്? Pakru Chetan is brilliant. Pakru Chetan, even when we were working, it was brilliant, and he is looking awesome in the film. ഇതൊരു ഫാമിലി ഓഡിയൻസ് കൺസെപ്റ്റ് ആണ്. ഫാമിലി ഓഡിയൻസ് കോൺസെപ്റ്റ് ആണ്, ബട്ട് ഫാമിലി ഓഡിയൻസിൽ നിന്ന് ചെറിയ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിന്റെ? കുഴപ്പമില്ല, നല്ല സിനിമയാണ്, നല്ല ഫാമിലി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല, എന്നാലും നല്ല സിനിമ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ, ഫാമിലീസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന സിനിമ. ഇമോഷണൽ ആണോ ശരിക്കും? ഇമോഷണൽ ആണോ അതോ കോമഡി ആണോ? എല്ലാം ഉണ്ട്, എല്ലാം ഉള്ള ഒരു സിനിമയാണ്, അത്യാവശ്യം എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. നല്ല പടം കേട്ടോ, മൊത്തത്തിൽ എല്ലാം കൊള്ളാം, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. പക്രു ചേട്ടൻ പക്രു ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, കോമഡിയും കൊള്ളാം, നല്ല പടമായിരുന്നു. ഫാമിലി മൂവിയാണ്, ഇമോഷൻസ് ഒക്കെ വർക്കൗട്ട്, ഇമോഷൻസും ഉണ്ട്, നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാം സൂപ്പറാണ്. പക്രുചേട്ടൻ എല്ലാം സൂപ്പർ, അടിപൊളി. പക്രുചേട്ടൻ്റെ വ്യത്യസ്തമായ രണ്ട് മുഖങ്ങളാണുള്ളത്, എല്ലാം അടിപൊളിയാണ്. ആ മൂവി നല്ല രസമുണ്ടായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ പറ്റണം മൂവിയാണ്. കണക്ട് ആവുന്ന നല്ലൊരു ഇമോഷൻസ് ആണോ കോമഡി ആണോ ഏറ്റവും കൂടുതൽ? കോമഡി ഉണ്ട്, ഇമോഷൻസിന്റെ ആക്ഷനും ഉണ്ട്, ത്രില്ലറാണ്. പടം അടിപൊളി പടമാണ്. പക്രുചേട്ടൻ ഒരുപാട് നാളിന് ശേഷം ചെയ്തേക്കുന്ന ഒരു അടിപൊളി ഒരു ഫാമിലി എൻ്റർടൈനർ, കോമഡി ഫാമിലി എൻ്റർടൈനർ ആണ് ഈ ഒരു. ശരിക്കും പക്രുചേട്ടൻ കുറേ നാൾ നമ്മൾ കാണാതിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കംബാക്കാണ്. നിയ, ഡയാന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു വില്ലനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, രാകേഷ് സുബ്രഹ്മണ്യൻ. യെസ് ഡൺ ഹിസ് പാർട്ട് വെരി ഗുഡ്. അതുപോലെ അടിപൊളി ഫാമിലി കോമഡിയൊക്കെ ചിരിക്കാൻ. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, ശരിക്കും ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ സ്റ്റോറി പറയുന്നത്. നല്ലൊരു സിനിമയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നത്, വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ഫാമിലി ആയിട്ട് വന്നിരുന്ന്. പണ്ടൊക്കെ നമ്മൾ പടം കണ്ടിട്ട് ഇറങ്ങില്ലേ, ആ ഒരു ഫീലും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി. എല്ലാം ഉണ്ട് അതിനകത്ത്. ഇപ്പം നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, ഹ്യൂമറുണ്ട്. ഒരുപാട് സീൻസുകൾ ഉണ്ടായിരുന്നില്ല സാറേ, അത് കട്ടായി പോയി അതിൻ്റെ ഓരോ കാര്യങ്ങൾ വന്നിട്ട്. പക്ഷേ ഉള്ളത് ചെയ്ത കോമഡിയൊക്കെ ആണെങ്കിലും വർക്കൗട്ടായിട്ടുണ്ട്. പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, സന്തോഷം. അടിപൊളി പടം, സൂപ്പർ പടം, വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു വ്യത്യസ്തതയുള്ളൊരു ചിത്രം ഉണ്ടായിട്ടില്ല. അതിമനോഹരമാണ്, എല്ലാവരും നന്നായി അഭിനയിച്ചു. പ്രത്യേകിച്ച് ഗിന്നസ് പക്രുവിൻ്റെ ഒരു വലിയൊരു മുന്നേറ്റമായിരിക്കും ഇതിന് ശേഷം. കുഞ്ഞൂട്ടൻ, ആര്യം വിജയ് എന്ന സംവിധായകൻ്റെ ഒരു ഗംഭീര അരങ്ങേറ്റ ചിത്രം, ഫസ്റ്റ് ചിത്രമാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് തമാശകളും എല്ലാ അഭിനയ മുഹൂർത്തങ്ങളുമുള്ള ഈ ഒരു ചിത്രം. നമ്മുടെ ഗിന്നസ് പക്രു എന്ന നടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ചിത്രം. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒപ്പം തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. ഒരുപാട് തമാശകളുണ്ട്, അതൊന്നും വഷളത്തരമല്ല, നല്ല നർമ്മം ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഫാമിലി മൊത്തം കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്.